ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മിക്കവാറും വട്ടുപിടിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. കാരണം ഞാൻ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ എന്റെ കിളി പോയ അവസ്ഥയായിരുന്നു. അങ്ങനെ എന്റെ മാത്രം സമാധാനം കളയണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ ഈ കാര്യങ്ങൾ എന്റെ അനിയന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ 2 ദിവസത്തേക്ക് അവൻ ഇതിന്റെ പുറകെ തന്നെയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ നമ്മൾ മാത്രമല്ലാണ്ട് ഒരു അഡ്വാൻസ്ഡ് ഇന്റലിജന്റ് സിവിലൈസേഷൻ, അതായത് നമ്മുടെ ഫാർ സുപ്പീരിയർ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? പക്ഷെ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്തപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് കണക്റ്റഡ് ആയിട്ട് തോന്നി. നമ്മുടെ ലോകത്ത് സംഭവിക്കുന്ന ഒരുപാട് അൺനാച്ചുറൽ സംഭവത്തിനൊക്കെ ഒരു ഉത്തരം കിട്ടിയ ഒരു ഫീലിംഗ്. അതായത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും റിമോട്ട് ആയിട്ടുള്ള സ്ഥലം, അതായത് അധികം ജീവജാലങ്ങളില്ലാത്ത, അധികം ആൾക്കാർ താമസിക്കാത്ത സ്ഥലം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഡെസേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ മഞ്ഞ് പെയ്യുന്ന, അല്ലെങ്കിൽ ഇതിൽ തണുപ്പുള്ള സ്ഥലമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡെസേർട്ടിന് നടുക്ക് കൊണ്ടുപോയിട്ട് വീട് പണിത് താമസിക്കില്ലല്ലോ. ദുബായും പോലെ ഇങ്ങനെ ആർട്ടിഫിഷ്യലി മരുഭൂമിയിൽ നടുക്ക് ക്രിയേറ്റ് ചെയ്ത ഒരു സിറ്റിയിൽ പോയി വീട് വെക്കുന്നതല്ല, ഒരു പ്യുവർ ഡെസേർട്ടിന് നടുക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഒരിക്കലും വീട് വെച്ച് താമസിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ അന്റാർട്ടിക്കയിലും പോയിട്ട് വീട് വെച്ച് താമസിക്കില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചർ കാരണം നമ്മുടെ ഹ്യൂമൻസിനെ അവിടെ സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ലോകത്തിലെ ലാൻഡ് ഏരിയസിൽ, അതായത് കരയിൽ ഏകദേശം 14% മാത്രമാണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് ജീവിക്കുന്നത്. ബാക്കി 15% ഈ പറഞ്ഞ റിമോട്ട് ഏരിയാസ് ആണ്. അതായത് മലകളും ഡെസേർട്ടും ഈ പറഞ്ഞ ആർട്ടിക് റീജിയൻസ്, അങ്ങനെ പല പല സ്ഥലങ്ങളാണ് ഈ 15% ഉൾപ്പെടുന്നത്. വേറൊരു സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ഭൂമിയിലത്തെ 71% വെള്ളമാണ്. ബാക്കി 29% മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ലാൻഡ് ഏരിയ. ഭൂമിയുടെ ഒരു ഫോട്ടോ കാണുകയാണെങ്കിൽ മിക്കവാറും നമ്മൾ ഈ ഒരു ആംഗിളിലായിരിക്കും കാണുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ഭൂമിയുടെ ഫോട്ടോ തന്നെയാണ്, പക്ഷെ വേറൊരു ആംഗിളിൽ നിന്ന് എടുത്തതാണെന്നുള്ളൂ. ഇത് കണ്ടാൽ തന്നെ നമ്മുടെ ഭൂമിയിൽ എന്തോരം വെള്ളം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ വെള്ളമുള്ള വേറൊരു സംഭവം നമ്മുടെ സോളാർ സിസ്റ്റത്തിലുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുകളിൽ ടാഗ് ചെയ്തേക്കാം. ഇവിടെ വേറൊരു കുഴപ്പം കൂടി ഉണ്ട്. നമ്മൾ ഹ്യൂമൻസ് വെള്ളത്തിൽ സർവൈവ് ചെയ്യുന്ന ജീവികളല്ലല്ലോ. അതായത് നമ്മളിപ്പോൾ താമസിക്കുന്നത് വെള്ളത്തിന്റെ അടിയിലോ അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മൾ താമസിക്കുന്നത് ലാൻഡിലല്ലേ. അപ്പൊ നേരത്തെ പറഞ്ഞ കണക്കും കൂടി ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ വെറും 14% മാത്രമാണ് നമ്മൾ ഹ്യൂമൻസ് ഇങ്ങനെ ജീവിക്കുന്നത്. ബാക്കി 86% നമ്മുടെ ഭൂമിയിൽ റിമോട്ട് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അതായത് ഇവിടെ എന്ത് സംഭവിച്ചാലും നമ്മൾ അറിയാനുള്ള ചാൻസസ് വളരെ കുറവാണ്. എന്ത് സംഭവിച്ചാലും നമ്മൾ അറിയില്ലെന്നല്ല, പക്ഷെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവിടെ നിന്ന് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് നമ്മളോടൊപ്പം നമ്മൾ അറിയാണ്ട് തന്നെ ഈ ഭൂമിയിൽ ഒരു ഇന്റലിജന്റ് സിവിലൈസേഷൻ, അതായത് നമ്മുടെ ടെക്നോളജിനെക്കാളും ഫാർ സുപ്പീരിയർ ആയിട്ടുള്ള ടെക്നോളജിക്കൽ കഴിവുള്ള ഒരു സിവിലൈസേഷൻ ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കാൻ പറ്റും. ഇതൊരു സംശയം മാത്രമല്ല, അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രൂഫുകളും നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ബാക്ക് ചെയ്ത 2 പ്രോമിസിങ് ഇൻസിഡൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. രണ്ടൊന്നല്ല, ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്ന 2 ഇൻസിഡൻസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ഈ ലോകത്തിലത്തെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള കായൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അലാസ്കയിലാണ്. ഇത് അലാസ്കയിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഐസ് ആയിട്ടുള്ള, അതായത് ഫ്രോസൺ ആയിട്ടുള്ള ഒരു ലേക്കാണ്. അതായത് വളരെ തിക്കായിട്ടുള്ള ഒരു ഐസിന്റെ ടോപ്പിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ലേക്കാണ് ഇത്. അതായത് മരവിച്ച് കിടക്കുന്ന ലേക്ക് കണ്ടിട്ടുണ്ടാവില്ലേ, അതേപോലത്തെ ഒരു കായലാണ്. ലോകത്തിലത്തെ ഏറ്റവും ആഴമുള്ള ലേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു കൂട്ടം ആൾക്കാർ ഈ ലേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ലേക്കിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി ചെയ്യാനൊക്കെ തീരുമാനിച്ചു. അങ്ങനെ 7 ഡൈവേഴ്സ് സ്കൂബ ഗിയർ ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം വെൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള, വളരെ തിക്കായിട്ടുള്ള തെർമലി ഇൻസുലേറ്റഡ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ വെള്ളത്തിൽ ചാടി. ഇവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഈ കായലിന്റെ അടിഭാഗമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒബ്സർവ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ അതിൻ്റെ അകത്തേക്ക് ചാടിയത്. അങ്ങനെ ഇവരിങ്ങനെ പൊങ്ങി കിടക്കുന്ന ഐസിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ ആഴത്തിലോട്ട് ഇങ്ങനെ പൊക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഏകദേശം 50 മീറ്ററോളം ഇവർ ഡൈവ് ചെയ്തു. അങ്ങനെ ഇവരുടെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ ഒരു സംഭവം അവരിങ്ങനെ നിരീക്ഷിക്കണ പോലെ തോന്നി. അതായത് നമ്മൾ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ, നമ്മൾ ഒരാളെങ്കിലും ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടൂല. അതായത് ആരോ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടൂലേ, അതേപോലത്തെ ഒരു ഫീലിംഗ് ഇവർക്ക് എല്ലാവർക്കും കിട്ടി. അങ്ങനെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് ഇവരെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവർ കണ്ടെന്താ വെച്ചാൽ ഒരു 3-4 ഹ്യൂമണോയിഡ് സ്ട്രക്ചേഴ്സ്. അതായത് ഹ്യൂമണോയിഡ് എന്ന് പറയുന്നത് എൻ്റെയോ നിങ്ങളെയോ പോലത്തെ സ്ട്രക്ചേഴ്സ്, അതായത് കൈയും കാലും ഉണ്ടാവും, തലയുണ്ടാവും. അങ്ങനത്തെ ഒരു സ്ട്രക്ചറിനെയാണ് ഹ്യൂമണോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇതിന് ഓരോന്നിനും ഏകദേശം 9 അടിയോളം വലിപ്പമുണ്ട്. അതുമാത്രമല്ല എന്തോ തരത്തിലുള്ള ഒരു ഗ്ലാസിന്റെ ഒരു ഹെൽമെറ്റ് ഒക്കെ ഇവർ ഇട്ടിട്ടുണ്ട്. അതായത് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ഇവർ ധരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇവരൊരു തരത്തിൽ ഭയങ്കര തിന്നായിട്ടുള്ള എന്തോ ഒരു സാധനം ധരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഭയങ്കര സിൽവറി, ഭയങ്കര ഷൈൻ ചെയ്യുന്ന എന്തോ ഒരു സംഭവം ഇവർ ധരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇതൊരു എക്സ്ട്രാ ടെറസ്ട്രിയൽ എൻകൗണ്ടർ ആയിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനാണോ നോക്കുന്നത്, അതോ ഇവരെങ്കിലും നേരിട്ട് എതിർത്ത് നിൽക്കാനാണോ നോക്കുന്നത്? പക്ഷെ ഇവർ ഈ 2 സംഭവമല്ല ചെയ്തത്. ഇവരെങ്ങനെയെങ്കിലും ഈ സംഭവത്തിനെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ, അതായത് വലയിട്ട് പിടിക്കാനാണ് നോക്കിയത്.
ഇവർക്ക് എന്തുകൊണ്ട് ആ സമയത്ത് ഇങ്ങനെ തോന്നി എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ അതുകൊണ്ട് പിന്നീട് സംഭവിച്ചത് അത്യാവശ്യം ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഈ ക്രീച്ചറിനെ ഇവരെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലയൊക്കെ എടുത്ത് സെറ്റായി ഇങ്ങനെ വലയൊക്കെ വീശണ ആ സമയത്ത് എന്തോ ഒരു എക്സ്പ്ലോഷൻ പോലെയോ എന്തോ ഒരു സംഭവം അവിടെ സംഭവിച്ചു. ആ ഒരു ഇവന്റിന് ശേഷം ഇവർക്ക് ആകെ ഓർമ്മ ഉള്ളത് ഇവര് സർഫസിൽ എത്തിയതാണ്, അതായത് ഈ വെള്ളത്തിന്റെ സർഫസിലേക്ക് എത്തിയതാണ്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ 50 മീറ്റർ ഡെപ്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വെള്ളത്തിന്റെ സർഫസിൽ എത്തിയപ്പോൾ അവരുടെ ശരീരത്തിൽ ഡീകംപ്രഷൻ വന്നു. അതായത് നമ്മളൊരു സോഡയുടെ ബോട്ടിലൊക്കെ തുറക്കുമ്പോൾ ആ സോഡയുടെ അകത്ത് നിന്ന് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ ഉണ്ടായി വരുന്നത് കണ്ടിട്ടില്ലേ? അതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷറും ഈ സോഡയുടെ അകത്തുള്ള ആ പ്രഷറും കൂടി ഈക്വലൈസ് ആവുന്നതാണ്. ഇത് ഈക്വലൈസ് ആവാൻ വേണ്ടിയിട്ട് ഈ സോഡയുടെ അകത്തുണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് ഇങ്ങനെ പോയിട്ട് അത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആവുന്നതാണ്. ഇതേ ഒരു സിറ്റുവേഷൻ നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ബ്ലഡിൽ സംഭവിക്കുന്നുണ്ട്. അതായത് വെള്ളം എന്ന് പറയുന്നത് ഹൈലി പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അതായത് വെള്ളത്തിന്റെ ആഴങ്ങളിലോട്ട് പോകുന്തോറും ഈ വെള്ളത്തിന്റെ പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സ് സാധാരണ ഭയങ്കര ഗ്രാജുവൽ അല്ലെങ്കിൽ ഭയങ്കര പയ്യെ ആയിരിക്കും വെള്ളത്തിന്റെ അടിയിലോട്ട് വരുന്നത്, വെള്ളത്തിന്റെ മുകളിലോട്ട് പോകുന്നത്. അതായത് ഡീകംപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രൊസീജിയർ അവർ ചെയ്തത്. ഇതിങ്ങനെ ഇവർ പെട്ടെന്ന് തന്നെ 50 മീറ്ററിന് സർഫസിലേക്ക് എത്തിയപ്പോൾ അവരുടെ ശരീരത്തിൽ ഡീകംപ്രഷൻ വരികയും അതായത് നേരത്തെ പറഞ്ഞ സോഡ ബോട്ടിൽ തുറക്കുന്ന ഒരു എഫക്റ്റ് അവരുടെ ശരീരത്തിലുള്ള ബ്ലഡിൽ വന്നു. ഇത് ഭയങ്കര ഫെയ്റ്റൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവന്റിൽ 7 പേരിൽ 3 പേര് മരിച്ചു. അതിൽ ബാക്കി 4 പേര് ഭയങ്കര ഷോക്ക്ഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അവർ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ സംഭവത്തിൽ ഇങ്ങനെ നേരിട്ട് എൻകൗണ്ടർ ചെയ്യുന്നത്. അവർ റിയാക്ട് ചെയ്തതിനുള്ള ഷോക്കും അവരിങ്ങനെ പെട്ടെന്ന് സർഫസ് ചെയ്തതിനുള്ള ഷോക്കും എല്ലാം കൂടി കൂട്ടിയിട്ട് അവരെല്ലാവരും ഭയങ്കര ഫ്രൈറ്റൻഡ് ആയിരുന്നു. ഇത് അത്യാവശ്യം സെൻസിബിൾ ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ടായിരുന്നു ഇതിനെപ്പറ്റി അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അന്ന് തയ്യാറാക്കിയത്. ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആ ബാക്കി 4 ഡൈവേഴ്സിന്റെ എക്സ്പീരിയൻസസ് ഒക്കെ ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ടാണ്. ഇത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന അടുത്ത ഇൻസിഡന്റ് കൂടുതൽ ഷോക്കിംഗ് ആണ്. ഇത് സംഭവിക്കുന്നത് സൗത്ത് പസഫിക് ഓഷ്യനിലാണ്. ഒരു ഫുള്ളി ഓപ്പറേഷനിലായിട്ടുള്ള ഒരു ന്യൂക്ലിയർ സബ്മറൈനിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. അതായത് ഈ സബ്മറൈൻ ഏകദേശം 260 മീറ്റർ ഡെപ്തിൽ കടലിന്റെ അടിയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളൊരു കാര്യം ഇവിടെ ആലോചിക്കണം, അതായത് ഇത് ഫുള്ളി ഓപ്പറേഷനിലായിട്ടുള്ള ഒരു ന്യൂക്ലിയർ സബ്മറൈൻ ആണ്. ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും മിലിറ്ററി പേഴ്സണൽസ് ആണ്. എല്ലാ സബ്മറൈനിലും ഷിപ്പിലും ഫ്ലൈറ്റിലൊക്കെ ഒരു റേഡാർ സിസ്റ്റം ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ വെസലിന് ചുറ്റിനുമുള്ള കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻബൗണ്ട് മിസൈൽസോ അല്ലെങ്കിൽ ഒരു വേറൊരു വെഹിക്കിളിനെയൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡാർ സിസ്റ്റം ഉപയോഗിക്കും. അങ്ങനെ ഈ സബ്മറൈൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാർ നോക്കിയപ്പോൾ റേഡാറിൽ ഒരു 6 ഡിസ്ക് ഷേപ്പ് ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്തു. അതായത് ഒരു 6 ഡിസ്ക് ഷേപ്ഡ് ഒബ്ജക്റ്റ് ഭയങ്കര സ്പീഡിൽ ഈ സബ്മറൈൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് പോലെ ഇവർ കണ്ടു. ഇത് ഇവരിങ്ങനെ കണ്ണുകൊണ്ട് കണ്ട സംഭവമല്ല, റേഡാറിൽ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. സാധാരണ ഒരു സംഭവത്തിന് വെള്ളത്തിന്റെ അകത്തൂടെ ട്രാവൽ ചെയ്യുന്ന സ്പീഡിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് ഒരു ലിമിറ്റ് കൂടുതൽ ഒരു സംഭവത്തിന് വെള്ളത്തിന്റെ അകത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഇവിടെ ഈ 6 ഒബ്ജക്ട്സും ഏകദേശം 300 to 310 km/h സ്പീഡിലായിരുന്നു ഈ സബ്മറൈനിലോട്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതും ഈ 6 ഒബ്ജക്റ്റ് വളരെ റാൻഡം ആയിട്ടുള്ള പൊസിഷനിലൊന്നല്ല നിന്നത്, കറക്റ്റ് ഒരു ട്രയാങ്കുലർ ഫോർമേഷനിലായിരുന്നു ഉണ്ടായത്. അതായത് പുറകിൽ 3 ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, മുമ്പിൽ 2 ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഏറ്റവും മുമ്പിൽ 1 ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ 6 സംഭവം കറക്റ്റ് ട്രയാങ്കുലർ ഫോർമേഷനിലായിരുന്നു ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഇവരെങ്ങനെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഭയങ്കര അൺനാച്ചുറൽ ആയിട്ടുള്ള ഭയങ്കര അൺകൺവെൻഷണൽ ആയിട്ടുള്ള സ്പീഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ സബ്മറൈൻ്റെ അകത്തിരിക്കുന്ന ആൾക്കാർ ഭയങ്കര ഫാസിനേറ്റഡ് ഭയങ്കര കൺഫ്യൂസ്ഡും ആയി. ഇത് ഇത്ര സ്പീഡിൽ സബ്മറൈനെ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ സബ്മറൈനായിട്ട് ഏത് നിമിഷവും കൊളൈഡ് ചെയ്യുന്നുള്ള കാര്യം അവർക്ക് ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഇവർ അപ്പോൾ തന്നെ ഈ സബ്മറൈനെ സർഫസ് ചെയ്തു, അതായത് സബ്മറൈനെ കടലിന്റെ അടിയിൽ നിന്ന് സർഫസിലേക്ക് എത്തിച്ചു. ഇതിനുശേഷം ഇവർ ഈ സർഫസിന്റെ പുറത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന പെരിസ്കോപ്പ് ലെൻസ് ഉപയോഗിച്ചിട്ട് സബ്മറൈന്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ ഇവരിങ്ങനെ നിരീക്ഷിച്ചു. അപ്പോൾ ഇവർ കണ്ട സംഭവമാണ് ഏറ്റവും കൂടുതൽ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നത്. അതായത് ഈ 6 ഡിസ്ക് ഷേപ്പ് ഒബ്ജക്റ്റും ഈ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് നേരെ സ്കൈയിലേക്ക് ഷൂട്ട് ചെയ്തു, അതായത് നേരെ ആകാശത്തേക്ക് പറന്നുയർന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഹ്യൂമൻ ടെക്നോളജി വെച്ചിട്ട് ഇങ്ങനെ ഒരു മെഷീൻ നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് മാത്രമല്ല ഈ ഒരു ഇവന്റ് കണ്ട എല്ലാവർക്കും തന്നെ ആ ഒരു കാര്യത്തിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടാവും. എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ചിലർ ഈ കഥകളൊന്നും വിശ്വസിക്കില്ല, അതായത് ജസ്റ്റ് ഒരു സ്റ്റോറീസ് മാത്രമല്ല ഇതിനെന്താണ് തെളിവ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മിക്കവരുടെ മനസ്സിൽ ഇങ്ങനെ കുത്തി നിറഞ്ഞു നിൽക്കുക. പക്ഷേ ഈ പറഞ്ഞ 2 ഇൻസിഡന്റും അത്യാവശ്യം സെൻസേഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഞാനിപ്പോൾ ഈ സബ്മറൈൻ്റെ കാര്യം പറഞ്ഞത് നടന്നത് ഒരു മിലിറ്ററി ഫെസിലിറ്റിയിലാണ്. അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് മിലിറ്ററി ഫെസിലിറ്റിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ റിപ്പോർട്ട്സ് പുറത്ത് ലീക്ക് ആവുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഡേറ്റാസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇവന്റ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. ഇനി നിങ്ങൾ ജസ്റ്റ് ഈ കാര്യം ഒന്ന് ആലോചിച്ച് വെക്കാം. നമ്മുടെ ഭൂമിയിലത്തെ 71% വെള്ളമാണുള്ളത്.
അതിൽ 5% പോലും നമ്മളിപ്പോഴും കറക്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കടലിൻ്റെ ആഴങ്ങളിലോ ഈ കായലിൻ്റെ ആഴങ്ങളിലോ നമ്മളറിയാണ്ട് നമ്മുടെ കൂടെ ഒരു ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻ, ഫാർ സുപ്പീരിയർ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള ഒരു ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു ഉണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഡെയിലി ഒരുപാട് UFO സൈറ്റിങ്സ്, ഒരുപാട് ഇൻസിഡൻസ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു സയൻസ് ചാനലായതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം സയൻറ്റിഫിക്കലി ഇലാബറേറ്റ് ചെയ്തത്. അതായത് ഓരോ ഇവൻറ്റ്സ് ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്തെടുത്ത് പറഞ്ഞത് ഇതൊരു സയൻസ് ചാനലായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പെക്കുലേഷൻസോ റൂമേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കഥകളൊക്കെ ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ചെയ്യില്ല. ഇത് അത്യാവശ്യം റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ ഇഷ്ടംമാതിരി ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ആ വീഡിയോകളിലൊന്നും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടില്ല. ജസ്റ്റ് ഇങ്ങനത്തെ കഥകൾ മാത്രമേ പറഞ്ഞുകൊള്ളുള്ളൂ. പിന്നെ വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഹ്യൂമൻസ്, അതായത് നമ്മൾ മനുഷ്യന്മാർ ഇങ്ങനെ ഇവോൾവ് ചെയ്തിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതെന്നുള്ള ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. ഇത് ഹൈലി ഡിബേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു കൂട്ടം ആൾക്കാർ എവല്യൂഷനിൽ വിശ്വസിക്കുന്നുണ്ട്, ഒരു കൂട്ടം ആൾക്കാർ എവല്യൂഷനിൽ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വായിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതൊരു തിയറിയാണ്. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാലും സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഹ്യൂമൻസിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് എന്നാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഹോമോ സാപ്പിയൻസിന് ഒരു ആൻസിസ്റ്റർ ഉണ്ടാവും, അതായത് ഒരു പൂർവികനുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ പൂർവികനും ഒരു പൂർവികനുണ്ടാവും. അങ്ങനെ ഈ എവല്യൂഷണറി സിസ്റ്റം നമുക്ക് പുറകോട്ടേന് കുറേ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സിംപ്ലിസിറ്റിക്ക് നമ്മുടെ പൂർവികരിൽ ഒരു 15 പേരുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. ടോട്ടൽ 15 പേരേ ഉള്ളൂ. അതിൽ 5 പേര് വേറൊരു വഴിക്ക് പോയി, അല്ല 5 പേര് വേറൊരു വഴിക്ക് പോയി, ഒരു 5 പേര് വേറൊരു വഴിക്ക് പോയി. അതിൽ ആദ്യത്തെ 5 പേരാണെങ്കിൽ ഇവോൾവ് ചെയ്ത് നമ്മളായത്, അതായത് ഹ്യൂമൻ ബീങ്സ് ആയത്. അതിൽ മറ്റേ 5 പേരാണെങ്കിൽ ഇവോൾവ് ചെയ്ത് ഈ പറഞ്ഞ കുരങ്ങന്മാരായത്, അതായത് നമ്മളിപ്പോൾ കണ്ടുവരുന്ന എയ്പ്സ് ആയത്. ഓക്കെ, നമ്മുടെ ഏകദേശം 99% DNA എയ്പ്സ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ബാക്കി 5 പേരുടെ കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എവിടെ വായിച്ചിട്ടുള്ള ഒരു സംഭവം. ഇതുപോലെ തന്നെ നമ്മുടെ എവല്യൂഷണറി ലൈനിൽ വെള്ളത്തിൽ സർവൈവ് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ DNA ആയിട്ട് വളരെയധികം മാച്ച് ചെയ്യുന്ന ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ തന്നെ വെള്ളത്തിൻ്റെ ഇടയിലുണ്ട്. പക്ഷെ കുഴപ്പമെന്താ വെച്ചാൽ അവർക്ക് നമ്മളായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, നമുക്ക് അവരായിട്ടും കോണ്ടാക്റ്റ് ഇല്ല. അതായത് മത്സ്യകന്യക എന്നൊക്കെ പറയില്ലേ, അതിനെപ്പറ്റി ഞാനൊരു ഇത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തോ ഒരു ശരിയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ നോക്കിയിട്ട് എവിടെയും കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കൽ വായിച്ചൊരു സംഭവം മാത്രമാണ് ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്നല്ല, ഇത് ഈ വീഡിയോയിൽ എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ വെള്ളത്തിൻ്റെ ഇടയിൽ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നൊരു സംഭവമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞത്. ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞത് എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളൊന്നല്ല, എൻ്റെ മനസ്സിൽ നിന്ന് വന്ന കാര്യങ്ങൾ. ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ എനിക്ക് കൂടുതൽ അറിയണമെന്നുണ്ട് ഇതിനെപ്പറ്റി. കാരണം ഇതിനെപ്പറ്റി കൂടുതലും ഡേറ്റാസും കാര്യങ്ങളൊന്നും ഇന്റർനെറ്റിൽ നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന ഓഷ്യൻസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. മാസീവ് ആയിട്ടുള്ള പ്രഷറാണ് ഇങ്ങനെ അടിയിലോട്ട് പോകുന്തോറും ഇങ്ങനെ പ്രഷർ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അണ്ടർ വാട്ടർ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഈ റീസെൻ്റ് ആയിട്ട് നടന്ന നമ്മുടെ ടൈറ്റൻ്റെ ഇംപ്ലോഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ സംഭവിച്ചത് ഈ ഒരു സെയിം കാരണം കൊണ്ടാണ്. പിന്നെ വേറൊരു റീസൺ എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകുന്തോറും നമ്മുടെ വിസിബിലിറ്റി കുറയും. അതായത് ഒരു 10 കിലോമീറ്റർ ആഴത്തിലുള്ള ഒരു കടലാന്ന് വെച്ചാൽ ഒരു പട്ടാപ്പകൽ വെയിലത്താണ് നിൽക്കുന്നത്. ആ വെയിൽ എത്ര ബ്രൈറ്റ് ആണെങ്കിലും ഇങ്ങനെ കുറച്ചിങ്ങനെ അടിയിലോട്ട് പോകുന്തോറും, അതായത് ഒരു 500-600 മീറ്റർ നമ്മൾ അടിയിലോട്ട് പോകുന്തോറും വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞ് ഇരുട്ടാവും. അതായത് കൂരാക്കൊരു ഇരുട്ടാവും, ഡാർക്ക്നെസ് ആയിരിക്കും. അതിൽ ചുറ്റിനും വെള്ളം കംപ്ലീറ്റ്ലി ഡാർക്ക് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് കാരണമാണ് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത്. അതായത് നമ്മുടെ ഹ്യൂമൻസിന് വെള്ളത്തിൻ്റെ അടിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. അതായത് നമ്മൾ സ്പേസ് എക്സ്പ്ലോർ ചെയ്യുന്നില്ലേ, ഏകദേശം അതേ ചിലവ് അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ചിലവ് വേണ്ടി വരും ഈ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വെറും 5% നമ്മുടെ വേൾഡിലത്തെ ഓഷ്യൻസ് മാത്രം നമ്മൾ മാപ്പെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഇതേപോലുള്ള സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഏലിയൻ സ്ട്രക്ചറോ എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിന് ഇങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശരി, നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.